എല്ലാ ചര്യകളിലും വെച്ച് മുന്തിയ ചര്യ മുത്തമുസ്തഫയുടെ ചര്യയാണ്. അവിടുന്ന് പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങളാണ് ഈ കൊണ്ട് നടക്കുന്നത്. അത് മുഴുവനും നരകത്തിലാണ്. അതുകൊണ്ടാ ഗൗരവത്തോടെ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഈ സാധാരണ ജനങ്ങളെ മുസ്ലിയാക്കൾ പഠിപ്പിച്ചു വെച്ച ഒരു മറുപടിയുണ്ട്. കണ്ടില്ലേ, ആ മൗലവി പുത്തരിക്കണ്ടം മൈതാനിയിൽ നിന്ന് ഭീമാ ബീവിയെ തെറി പറഞ്ഞത് കേട്ടില്ലേ? മാഹിൻ അബൂബക്കറിനെ തെറി പറഞ്ഞത് കേട്ടില്ലേ? മൊഹീദ്ദീൻ ശൈഖിനെ മൊഹീദ്ദീൻ പള്ളിയിൽ വിഴിഞ്ഞത്തിനെ തെറി പറയുന്നത് കേട്ടില്ലേ? വല്ലാഹി വല്ലാഹി മുജാഹിദുകൾക്ക് ആ തൊഴിലില്ല. ഇവിടെ ആരാണ് ചീത്ത പറയുന്നത്? ഈ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വിഴിഞ്ഞം ഭാഗത്തേക്ക് ഇവിടെയുള്ള പ്രവർത്തകന്മാര് വാഹന പ്രചരണവുമായി പോയപ്പോ അവിടെ തടയുകയാണ് ചില സുഹൃത്തുക്കൾ, തൊപ്പിവെച്ച ചില സഹോദരങ്ങൾ. അവിടെ ആ വാഹനം തടഞ്ഞുകൊണ്ട് പറയുന്നു, ഇവിടെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഇങ്ങോട്ട് നിങ്ങൾ വരാൻ പാടില്ല, ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ. അപ്പൊ എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തതെന്ന് പ്രവർത്തകന്മാര് ചോദിക്കുമ്പോ ആ തൊപ്പിയിട്ട മനുഷ്യൻ പറയുന്നുണ്ട്, നിങ്ങൾ ഔലിയാക്കന്മാരെ തെറി പറയുന്നുണ്ട്, ഔലിയാക്കന്മാരെ മേൽ കുതിര കയറുന്നുണ്ട്, അതുകൊണ്ട് വേഗം തടി സലാമത്താക്കിക്കോ എന്നിങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആ മനുഷ്യന്റെ ക്ലിപ്പ് ഞങ്ങളുടെ കൈകളിലുണ്ട്. ആ മനുഷ്യനെ ഓർത്താൽ ഞങ്ങൾ ഇവിടെ കാണിക്കുന്നില്ല. പക്ഷേ ആ മനുഷ്യനെങ്ങാനും കൂടെയുള്ള ആളുകളെങ്ങാനും നന്നായെങ്കിലോ ദുആ ചെയ്യുന്നു, റബ്ബേ അങ്ങനെയുള്ള വീരശൂര പരാക്രമങ്ങളൊക്കെ ഞങ്ങൾക്കെതിരെ കാണിച്ച പലരും ഇന്ന് ഞങ്ങളുടെ കസേരയുടെ മുൻനിരകളിലുണ്ട്, ഞങ്ങളുടെ വേദികളിലുണ്ട്. അതുകൊണ്ട് മുസ്ലിയാക്കൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഔലിയാക്കളെയും തെറി പറയാറില്ല, കുറ്റപ്പെടുത്താറില്ല. മറിച്ച് നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കല്ലേ, അവരോട് സങ്കടം പറയല്ലേ എന്നിങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളാണ് ഞങ്ങൾ പറയാറുള്ളത്.